വന്ന എല്ലാവർക്കും നമ്മുടെ 76-79 വർഷത്തെ കെമിസ്ട്രി ഗ്രൂപ്പിന്റെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. വിനോദാമ്മ പറഞ്ഞ പോലെ വിനു പറഞ്ഞു, നമുക്ക് സാംസനോടാണ് പറഞ്ഞത്, സാംസ ടെൻഷനൊന്നും വേണ്ട, നമ്മളെല്ലാം 66 വയസ്സ് കഴിഞ്ഞവരാണ്. പക്ഷെ ഇപ്പൊ ആ സാംസൺ ടെൻഷനല്ലേ എനിക്കാണ് തന്നിരിക്കുന്നത്. കാരണം പ്രതീക്ഷിക്കാതിരുന്ന ആള് എനിക്കൊരു ഡ്യൂട്ടി തന്നിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു ഡ്യൂട്ടി തന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്കായിരിക്കാൻ ഒക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു. ഇനി പിന്നെ ഉള്ള ഒരു കാര്യം, നിങ്ങളൊന്നും ഞാൻ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മളെല്ലാം ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെയാണ്. എല്ലാവർക്കും പരസ്പരം നമ്മൾ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുന്നുണ്ട്. അത്യാവശ്യം ഫോൺ കോളുകളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരു ആൾക്ക് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്കൊന്നും പ്രത്യേകിച്ചൊന്നും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇങ്ങനൊന്ന് കൂടാൻ അവസരം ഉണ്ടാക്കി തന്നത് നമ്മുടെ അമേരിക്കൻ ഓമനയാണ്. ഞാൻ പറഞ്ഞ അതൊന്നുമില്ല. ഈ പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്നെ കൊച്ചോമനെന്ന് അത് വലിയോമനെന്നും ആയിരുന്നു പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇനി അത് ഓർക്കണ്ട, അമേരിക്കൻ ഓമനെന്നും നാടൻ ഓമനെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഓമന നമുക്കൊരു സാഹചര്യം തന്നു. അത് സാംസണും ജോർജ് തോമസും എല്ലാം കൂടി ഇനീഷ്യേറ്റീവ് ചെയ്ത് ഇത്രത്തോളം നമ്മൾ ആൾക്കാരെ ഒപ്പിച്ച് നമുക്ക് കൂടി. അത് നമ്മുടെ ഒരു നമ്മളിങ്ങനെ ഇതാക്കാൻ വേണ്ടിയാ ഇത് എഴുതിയപ്പോ 2 ഓമനയുണ്ട്. അന്നേരം എല്ലാരും കൊച്ചോമന എന്നൊക്കെ പറയാം. ആരും അങ്ങനെ കൊച്ചാക്കുകയും വേണ്ട. കൊച്ചോമന ഞങ്ങൾ ഒരുമിച്ച് പ്രീ ഡിഗ്രിക്ക് ഇടത്തുപോയി പഠിച്ച അന്നേരം അത്ര കൊച്ചല്ല. അന്നേരം എന്തോ എഴുതണ്ട. അന്നേരം ഞാൻ ഒരു ഓമന US, ഒരു ഓമന ഇന്ത്യ എന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ അതിലൊരു ഫ്ലോ വേണ്ടേ. നമ്മളെ പോലെ ഇടയ്ക്ക് പഠിപ്പിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കുട്ടികൾ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിയടാന്ന് നമ്മൾ പറയും. പിന്നെ നിങ്ങളെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് നമ്മൾ സ്വാഗതം ചെയ്തില്ലേലും നമ്മുടെ പുതിയ 3 പേരുണ്ട് ഇവിടെ. ഒന്ന് നമ്മുടെ ആനി മാത്യൂസിന്റെ സാർ, ഉമ്മൻ സാറ് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പിന്നെ നമ്മുടെ വിനുവിന്റെ പ്രസാദ് സാർ. എല്ലാവർക്കും നല്ല പരിചയമാണ്. അതായത് നമ്മൾ ഫേസ്ബുക്കിൽ കൂടെയും പത്രത്തിൽ കൂടെയും വിനുവിന്റെ കട്ടിങ്സിൽ കൂടെയും യാത്രാ വിവരണങ്ങളൊക്കെ നമുക്കൊക്കെ ഇഷ്ടംപോലെ പരിചിതമാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ തോമസ് ഫിലിപ്പിന്റെ വൈഫ്, ആ പേരെനിക്ക് ചോദിച്ചതാണ്. എന്നാലും സ്ലീവി അല്ലേ, അവരെ 3 പേരെയും പിന്നെ നമ്മുടെ കൃഷ്ണകുമാർക്ക് വരുമായിരുന്നല്ലേ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് പ്രത്യേക ഈ അവസരത്തില് ലോലമ്മ ട്രിവാൻഡ്രത്തുനിന്ന് എത്തിയിട്ടുണ്ട്. ഡെയ്സി ഏതായാലും സമയത്ത് എത്തിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് നമ്മളിവിടെ തന്നെ സെറ്റിലായവരാണ്. അപ്പോൾ നമ്മുടെ ഈ ഇതിനൊക്കെ ഇങ്ങനത്തെ ഒരു താല്പര്യപ്രകാരം ഇവിടെ എല്ലാവരും കൂടാൻ വന്നു. അതിന് എല്ലാവരെയും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാമന്ദനി അന്ന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇനി ഞാൻ അതിന്റെ പാട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം.
വിദുരയാം രാധയെപ്പോലെ എനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം, അനുരാഗ മധുരമാ അന്തരീക്ഷം. അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വച്ചു. അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വച്ചു. അങ്ങയോടൊത്തെൻ്റെ ജീവിതം പങ്കിടാൻ അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു. ആഷാഢമാസം ആത്മാവിൽ മോഹം, അനുരാഗ മധുരമാമന്തരീക്ഷം. സ്വരങ്ങളെ സപ്തസ്വരങ്ങളെ വിളിയൂ, രാഗമായി താളമായി വർണ്ണമായി വിചിത്ര വീണ കമ്പികളിൽ സ്വരങ്ങളെ സ്വരങ്ങളെ സപ്തസ്വരങ്ങളെ വിരിയൂ, രാഗമായി താളമായി വർണ്ണമായി വിചിത്ര വീണ കമ്പികളിൽ സ്വരങ്ങളെ. ഇന്ത്യ വരങ്ങൾ ഞാൻ ഈ 2 ദിവസമായിട്ട് പലതും ചിന്തിച്ചു. ആഫ്റ്റർ 46 years we are meeting together. ഞാൻ നമ്മുടെ BSc പഠിച്ചതിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അതൊരു എൻഡായിരുന്നു. മീൻസ് കെമിസ്ട്രി പിന്നെ കണക്ഷൻ ഇല്ല. നിങ്ങൾ പലരും കെമിസ്ട്രി പഠിച്ചു, പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തവരുണ്ട്, എന്നാലും പലരും കെമിസ്ട്രി തന്നെ പഠിച്ചു പോയവരുണ്ട്. എന്നെ സംബന്ധിച്ചോളം അതൊരു എൻഡാണ്. പക്ഷേ അതിൽ ഞാൻ അതൊരു എൻഡായാലും അതെന്നെ വേറൊരു വഴിത്തിരിവായിരുന്നു. ഇറ്റ് ഡയറക്റ്റഡ് ടു ഗെറ്റ് ആൻ അഡ്മിഷൻ. അങ്ങനെ മെഡിസിന് പോയി. മെഡിസിന് പോയപ്പോൾ ഇവിടുന്ന് മർത്തോമ കോളേജിൽ നിന്ന് പഠിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവിടെ ഇല്ലാതെ ജോയി, സൂസൻ, ലവ്ലി, പിന്നെ സിൽവി, മോയി, അന്നമ്മ സക്കറിയ, പിന്നെ അത് കഴിഞ്ഞിട്ട് സോളയിൽ നിന്ന് പഠിച്ച ശശികുമാർ, ഈ പാസ്റ്റർ ആക്ച്വലി പുള്ളി HOD ആയിരുന്നു സർജറിയുടെ. ശശികുമാർ, നരപ്പൻ എന്ന് പറയുന്നു, ജയകുമാർ, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു മർത്തോമ കോളേജിൽ. നല്ല ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അഡ്മിഷൻ കിട്ടാൻ സഹായിച്ചു. ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ ഉണ്ടായി. ഞാനിങ്ങനെ ഇതിൻ്റെ അകത്ത് ഒത്തിരി എഴുതുന്നില്ലെങ്കിലും നിങ്ങൾ എഴുതുന്ന എല്ലാം വായിക്കുന്നുണ്ടായിരുന്നു. പലരെ കാണാൻ സത്യത ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ശ്രീപട് പറഞ്ഞില്ല, ഇന്ന് രാവിലെ എണ്ണിച്ചൊരു ഡ്രീമോട് കൂടിയാണ് ഈ മീറ്റിങ്ങിന് വരുമ്പോൾ വഴി തെറ്റിപ്പോകുന്നതായിട്ട്. എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്നും എനിക്കറിയത്തില്ല. ഇറ്റ് മീൻസ് മൈ അൺകോൺഷ്യസ് മൈൻഡ് തിങ്കിങ് അബൌട്ട് ദിസ് മീറ്റിംഗ്.
അതുകൊണ്ട് സോ എനിക്ക് ഒരു വഴിത്തിരി കിട്ടി. ഒന്ന്, രണ്ട്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായി. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ വേറൊരു കാര്യം എൻ്റെ അകത്തുണ്ട്. ഞാൻ ഒരു സാധാരണ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എൻ്റെ ഫാദർ അച്ഛനൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നെങ്കിലും പേഴ്സണലായിട്ട് അങ്ങനെ ഒരു കർത്താവുമായിട്ടൊരു വലിയ ബന്ധം ഒന്നും എനിക്കില്ലായിരുന്നു. സാധാരണ ഒരു റിലീജിയസ് ചർച്ചിൽ പോകും. പക്ഷെ എൻ്റെ BSc പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിൽ കൂടെ പേര് പറയാൻ ഉദ്ദേശിക്കും. പക്ഷെ ഒരു BSc പഠിക്കുന്ന സമയത്താണ് പേഴ്സണൽ റിലേഷൻ വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളൊരു പോയിന്റ് എനിക്ക് വന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് നൗ ഐ എം വർക്കിംഗ് ഉണ്ട്. അല്ലെ ഞാൻ ഒരിക്കലും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകേണ്ട ചിന്തിക്കാത്ത കാര്യമാണ്. തമിഴ്നാടോ എൻ്റെ അങ്ങനെ ഞങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല. വിളിച്ചാലും നമ്മളിപ്പോ ഇനിയുണ്ടോ ആരെങ്കിലും? ഓടിച്ചിരിക്കരുത്, നാണിക്കണ്ട. നമുക്ക് ഏതായാലും ഒരു കേക്ക് ഉണ്ട്, ഓരോ ആഷ്ണം വെച്ച് മുറിക്കാം. അല്ലാതെ അതിനെ അറിയാത്തവരുണ്ടോ? അല്ലാതെ അറിയാത്തവരുണ്ടോ എന്ന് ഓർമ്മയില്ലാത്തവരുണ്ടോ? സിൽവി അല്ലല്ലോ. അപ്പൊ നമുക്ക് ഒരു കേക്ക് ഉണ്ട്. Happy birthday to you. Happy birthday, dear Daisy. Happy birthday to you. May the good God bless you. May the good God bless you. Happy good God bless you. Happy birthday to you. ഡ്രൈവിംഗ് അറിയാൻ വയ്യായിരുന്നെങ്കിൽ കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നു. നിങ്ങളുടെ പ്ലേറ്റ് ആണോ ഫോക്കസ് ചെയ്യുന്നത്? എത്ര അപ്പം ഉണ്ട്, എത്ര അറിയാം? ഇത് കഴിയട്ടെ, ഇത് വേറെ ആരും ചെയ്യില്ലല്ലോ. കഴിക്കാതിരിക്കൊന്നുമില്ല. തോമസ്